വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായ 20 വയസ്സുള്ള സിദ്ധാർത്ഥന്റെ മരണം നിങ്ങൾ അറിഞ്ഞാണ്. അവൻ മരിച്ചത് 18-ാം തീയതി. ഞാൻ അറിയുന്നത് 24-ാം തീയതി. സിദ്ധാർത്ഥന്റെ തൻ്റെ ഒരു ബന്ധു, അതാരാണെന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. തൻ്റെ അനുജനെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്ക് നല്ല ശിക്ഷ വാങ്ങിക്കൊടുക്കണം, അതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇങ്ങനൊരു സംഭവം നടന്നു എന്നുള്ളത് അപ്പോൾ വരെയും എനിക്കറിയില്ലായിരുന്നു. കാരണം അത്ര വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമായിട്ടില്ലായിരുന്നു. പിന്നീട് ഞാൻ ഇതിനെക്കുറിച്ച് ന്യൂസിൽ നോക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിന് പുറകിലെ കുറ്റവാളികൾ ആരാണെന്ന്. ഒറ്റനോട്ടത്തിൽ അതെല്ലാവർക്കും മനസ്സിലാകുന്നതുമാണ്. ഇത് കഴിഞ്ഞ് ഒരുപാട് പേർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യാൻ തുടങ്ങി, ഈ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞ്. കാരണം സത്യം അത്രത്തോളം സ്പഷ്ടമായിരുന്നു. കോളേജ് ഇതിന്റെ ഭാഗമായി SFIയിലെ 12 പേരെ സസ്പെൻഡ് ചെയ്തു. എന്നാൽ ആ സമയത്ത് പോലും പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇപ്പോൾ ഞാൻ ചിന്തിച്ചത്, ശരി, അല്പമൊന്ന് കാത്തിരിക്കാം, പോലീസിന്റെ ഭാഗത്തുനിന്ന് എന്ത് നീക്കം നടക്കുന്നു എന്നുള്ളത് അറിയാമല്ലോ എന്ന്. കാരണം ഇത് സംഭവിച്ചത് നോർത്ത് ഇന്ത്യയിലോ പുറം നാടുകളിലോ ഒന്നുമല്ല, നമ്മുടെ കേരളത്തിലാണ്. ഭരണ പാർട്ടികൾക്ക് ശക്തമായ സംരക്ഷണം നൽകുകയും ആ സംരക്ഷണത്തിന് കോട്ടം തട്ടുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും, അതായത് കരിങ്കൊടി കാണിക്കുകയോ ചെരുപ്പ് പൊക്കി എറിഞ്ഞാലോ, ഇങ്ങനെ ചെയ്യുന്നവർക്ക് കൊലക്കുറ്റത്തിന് കേസെടുക്കുന്ന, അവരെ പ്രതിപട്ടികയിൽ ചേർക്കുന്ന അതേ നമ്മുടെ കേരളത്തിൽ. അങ്ങനെയാണെങ്കിൽ ഇത്രയും വലിയൊരു കൊലപാതകം അല്ലെങ്കിൽ ഒരു മരണം സംഭവിച്ചു, അതിന് പുറകിലെ കുറ്റവാളികളെയും അറിയാം. ഈ സമയത്ത് പോലീസും നിയമവും എന്ത് ചെയ്യുന്നു എന്നുള്ളത് അറിയണമായിരുന്നു. എന്നാൽ കാത്തിരിക്കുമ്പോഴാണ് മനസ്സിലായത് കുറ്റവാളികൾക്ക് വലിയ പിൻബലം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്ത് യാതൊരു നടപടിയും വരുന്നില്ല. ഇത് പുറത്തു വരാതിരിക്കാനും ഇക്കാര്യം വലിയ ന്യൂസാക്കി മാറ്റാതിരിക്കാനും കോളേജിന്റെ ഭാഗത്തുനിന്ന് പോലും വലിയ നടപടിക്രമങ്ങളാണ് ഉണ്ടായത്. ഇതേ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ അഭിപ്രായത്തിൽ ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ഈ ആൺകുട്ടി ഒരു പെൺകുട്ടിയുമായി ഡേറ്റിംഗിലായിരുന്നു. അടുത്തിടെ ആ പെൺകുട്ടി അവളെ ഉപേക്ഷിച്ച് അതേ കോളേജിൽ പഠിക്കുന്ന മറ്റൊരു ആൺകുട്ടിയെ പ്രണയിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവൾക്ക് ഇവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണമായിരുന്നു. അതിനായി സിദ്ധാർത്ഥ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്ന് അവനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു. രണ്ടാമത്തെ ആളുടെ സുഹൃത്തുക്കളും ചില മുതിർന്ന ആളുകളും അവനെ ആദ്യം ഭീഷണിപ്പെടുത്തി. അവർ ഈ തെറ്റായ ആരോപണങ്ങൾ വിദ്യാർത്ഥികൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും വിദ്യാർത്ഥികളുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് അവനെ പുറത്താക്കുകയും ചെയ്തു. പിറ്റേന്ന് രാത്രി ബോയ്സ് ഹോസ്റ്റലിൽ വെച്ച് ആ പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും ചില സീനിയേഴ്സും ചേർന്ന് 150ഓളം വിദ്യാർത്ഥികളുടെ മുൻപിൽ വെച്ച് അവനെ വിചാരണ ചെയ്യാൻ ആരംഭിച്ചു. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവനെ നഗ്നനാക്കി. പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും ചില മുതിർന്നവരും ചേർന്ന് അവനെ ക്രൂരമായി മർദ്ദിച്ചു. ഈ ക്രൂരത 3 ദിവസം തുടർന്നു. അത് കഴിഞ്ഞ് ഫെബ്രുവരി മാസം 18-ാം തീയതി അന്നവനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതാണ് സംഭവിച്ചത്. ഇതൊക്കെ ആ കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞതാണ്. ഒരു പക്ഷേ സത്യവുമായിരിക്കാം. ഇനിയാണ് സിദ്ധാർത്ഥന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. കഴുത്തിൽ കുരുക്ക് മുറുക്കിയ ഭാഗത്ത് അസാധാരണമായ മുറിവ് കാണപ്പെടുന്നു. ഒരുപക്ഷെ തൂങ്ങിയ ഉടൻ കുരുക്ക് മുറിച്ചെടുത്തതിന്റെ അടയാളമാകാം. സാധാരണ തൂങ്ങി മരണത്തിൽ കാണാത്ത തരം മുറിവുകളാണെന്ന് വ്യക്തം. തലയ്ക്ക് അടിയേറ്റിട്ടുണ്ട്, എന്നാൽ തലച്ചോറിന് ക്ഷതമില്ല. ശരീരത്തിൽ വടികൊണ്ടടിച്ചതിന്റെ മുറിവുകളുണ്ട്. സിദ്ധാർത്ഥിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ക്രൂരമായ മർദ്ദനം നടന്നിട്ടുണ്ടെന്ന് വ്യക്തം. ഒരു കോളേജ് വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിച്ചപ്പോൾ കോളേജ് മാനേജ്മെന്റോ ചുറ്റും കൂടി നിന്ന കുട്ടികൾ യാതൊരു രീതിയിലും പ്രതികരിച്ചില്ല. തീർച്ചയായും ഇത് നമ്മെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. നമ്മുടെയൊക്കെ കോളേജിൽ നടന്നുകൊണ്ടിരിക്കുന്ന സത്യത്തിൽ എന്താണ്? നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മക്കളെയൊക്കെ ഇനി കോളേജിലേക്ക് പറഞ്ഞയക്കുക? അവനെ ആ ഹോസ്റ്റലിൽ എല്ലാവരുടെ മുൻപിൽ വെച്ച് മർദ്ദിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ വാട്ടർ ടാങ്കിന് മുകളിൽ കൊണ്ടുപോയി അവന്റെ 2 കൈയും കാലും ഇലക്ട്രിക് വയർ കൊണ്ട് കെട്ടിയിടുകയും ബെൽറ്റിട്ട് അടിക്കുകയും ചെയ്തു. ഏകദേശം ഒരു ചാട്ടവാറടി പോലെ പാറമുകളിൽ കൊണ്ടുപോയി അടിച്ചു. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇത്രയും ദിവസമായി ഇത്രയും കൊടിയ പീഡനങ്ങൾ സഹിക്കുന്നുണ്ട്. അപ്പൊ പോലും ഈ കോളേജ് മാനേജ്മെന്റ് അത് അറിഞ്ഞില്ലേ? അവനെ പഠിപ്പിക്കുന്ന അധ്യാപകർ അറിഞ്ഞില്ലേ? അറിയാത്തതാണോ, അറിയാത്തതുപോലെ അഭിനയിച്ചതാണോ? ശരി, ഇനി കോളേജിലായാലും ഹോസ്റ്റലിലായാലും ക്യാമറകളൊന്നുമില്ലേ? കുട്ടികളെ മോണിറ്റർ ചെയ്യേണ്ട സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലേ? ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമാണ് ആന്റി റാഗിംഗ് സ്ക്വാഡ് അന്വേഷണം ആരംഭിച്ചത്. അതിലും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. കേട്ട് കേൾവി പോലും ഇല്ലാത്ത ക്രൂരതയാണ് സിദ്ധാർത്ഥന് നേരെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ കാണിച്ചത്. ഇതാണ് ആ സ്ക്വാഡ് അംഗങ്ങൾ പറഞ്ഞത്. 31 പേരാണ് അവനെ ക്രൂരമായി മർദ്ദിച്ചത്. അതിൽ 19 പേരാണ് മൃഗീയമായി പെരുമാറിയത്. ഹോസ്റ്റൽ മുറ്റത്ത് അവനെ നഗ്നനാക്കി നിർത്തുകയും പരസ്യ വിചാരണ ചെയ്യുകയും ചെയ്തു. തങ്ങളുടെ ക്രൂരതകൾക്ക് സാക്ഷിയാകാൻ ഹോസ്റ്റലിലെ മുഴുവൻ അന്തേവാസികളെയും വിളിച്ചു വരുത്തി. മുറികളിൽ ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടികളെ പോലും വിളിച്ചുണർത്തി അവരെ കൊണ്ടും സിദ്ധാർത്ഥനെ അടുപ്പിച്ചു. അടിക്കാൻ മടിച്ചവരെ ഭീഷണിപ്പെടുത്തി. ചില കുട്ടികൾ അവനെ അടിച്ചതിനു ശേഷം കരഞ്ഞുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. നടുമുറ്റത്ത് മാത്രമല്ല, ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിലും വാട്ടർ ടാങ്കിന്റെ പരിസരത്തും ക്യാമ്പസിലെ കുന്ന് ഇവിടങ്ങളിലെല്ലാം സിദ്ധാർത്ഥനെ എത്തിച്ച് ബെൽറ്റ് കൊണ്ട് അടിക്കുകയും പലതവണ ചവിട്ടി താഴെ ഇടുകയും ചെയ്തു. മുടിയിൽ പിടിച്ചു വലിച്ചു. കവിളത്ത് പലതവണ അടിക്കുകയും നെഞ്ചത്ത് ആഞ്ഞു തൊഴിക്കുകയും ചെയ്തു. നിലത്ത് അഴുക്ക് വെള്ളം തുടപ്പിച്ചു. ഭക്ഷണമോ വെള്ളമോ കൊടുക്കാതെ 3 ദിവസം തുടർച്ചയായി അവനെ പീഡിപ്പിച്ചതായി ഹോസ്റ്റലിലെ കുട്ടികൾ തന്നെ പറയുന്നു. ഇപ്പോൾ വരുന്നൊരു ചോദ്യം, ഈ മർദ്ദനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ?
ഈ കാരണമാണ് നമുക്കൊരിക്കലും അംഗീകരിക്കാനേ കഴിയാത്തത്. പ്രണയദിനത്തിന്റെ അന്ന് സീനിയർ പെൺകുട്ടികളുമായി സിദ്ധാർത്ഥ് ഡാൻസ് കളിച്ചു. ഇത് ചില കശപിശയ്ക്ക് കാരണമായി. ഇതിന്റെ പ്രകോപനമാണെന്നും പറയുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് വിശ്വസിക്കാൻ സാധിക്കുക? സീനിയർ പെൺകുട്ടികളുമായി ഡാൻസ് കളിച്ചു എന്നുള്ള ഒറ്റ കാരണത്തിന് ഇത്രയേറെ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരുമോ? ഇവിടെയാണ് രണ്ടാമത്തെ കാരണത്തിന് പ്രസക്തി വരുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആ പെൺകുട്ടിയുമായുള്ള പ്രണയം. അവൾക്ക് അവനെ ഒഴിവാക്കണമായിരുന്നു. അതിനായി തെറ്റായ കാര്യങ്ങൾ അവനെക്കുറിച്ച് പ്രചരിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് സിദ്ധാർത്ഥനോട് ഒരു കൂട്ടം വിദ്യാർത്ഥികൾക്ക് പകയുണ്ടായി. ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ സിദ്ധാർത്ഥനെ എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നും പുറത്താക്കി. ഈ സമയത്തെല്ലാം ആ ഗ്രൂപ്പിൽ ആ കോളേജിലെ ജീവനക്കാരും ഉണ്ടായിരുന്നു. എന്നാൽ ആരും അതിന് പ്രതികരിച്ചില്ല. അവന്റെ മരണശേഷം പോലും ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചില അധ്യാപകരും വിദ്യാർത്ഥികളും ചർച്ച നടത്തിയിരുന്നു. പിന്നീട് പോസ്റ്റ് ഇടാൻ അഡ്മിന് മാത്രം കഴിയുന്ന രീതിയിൽ ഗ്രൂപ്പിന്റെ സെറ്റിംഗ്സ് മാറ്റി. ഇതിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം മാനേജ്മെന്റിന് എല്ലാം അറിയാമെന്നുള്ളത്. കൂടാതെ അവിടെയുള്ള ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ ഇക്കാര്യം പുറത്തു പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വലിയ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള പ്രതികളെ സംരക്ഷിക്കുകയും എല്ലാവരിൽ നിന്ന് ഈ വിവരങ്ങൾ മറച്ചു വയ്ക്കുവാനുമാണ് കോളേജിലെ അധികൃതർ ശ്രമിച്ചത്. അധികാരികൾ പോലും കുറ്റവാളികളുടെ രാഷ്ട്രീയ പദവിയെ ഭയപ്പെടുന്നുണ്ട്. അവന്റെ മരണം വലിയ ചർച്ചയായി മാറുന്നതോ കേരളത്തിന്റെ മനസാക്ഷി വേദനിക്കുന്ന രീതിയിലുള്ള നീക്കം അതൊന്നും കണ്ടില്ല. സത്യം പറഞ്ഞാൽ ഈ ഒരു മരണത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നു എന്നുള്ള ചിന്തിക്കുമ്പോഴാണ് ലജ്ജ തോന്നുന്നത്. ഇതിനൊക്കെ ശേഷമാണ് ഈ സംഭവം പതിയെ പതിയെ പൊങ്ങി വരാൻ തുടങ്ങിയത്. ഇതിനെതിരെ പല പ്രതിഷേധങ്ങൾ നടക്കാൻ തുടങ്ങിയത്. 12 പേരിൽ മൊത്തം 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിലും അവന്റെ കൂടെ ഹോസ്റ്റൽ മുറിയിൽ താമസിക്കുന്ന ഒറ്റ സുഹൃത്തായ റഹൽ എന്ന കുട്ടിയടക്കം. അവന്റെ സുഹൃത്ത് പോലും, അവന് ചങ്കിന് ചങ്കായി കൂടെ നിന്നവൻ പോലും അവനെ ചതിക്കുകയായിരുന്നു. 18-ാം തീയതി അവനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയപ്പോൾ ഒരു പറ്റം വിദ്യാർത്ഥികൾ ഒരുപോലെ പറഞ്ഞത് ഇത് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നുള്ളത് ഉറപ്പില്ല. ഒന്നുകിൽ ഈ അപമാനം താങ്ങാനാകാതെ അവൻ ആത്മഹത്യ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ പീഡനത്തിന് ശേഷം അവൻ മരിച്ചു എന്ന് ഇവർക്ക് ഉറപ്പായപ്പോൾ ഇവർ തന്നെ കെട്ടിത്തൂക്കിയതായിരിക്കാം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ആത്മഹത്യയാണെങ്കിൽ കൂടിയും അതൊരു കൊലപാതകം തന്നെയല്ലേ. അങ്ങനെയാണെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രതിപട്ടികയിലുള്ള 12 പേരെ മാത്രമല്ല, പുറകിൽ മുഖം മറച്ചിരിക്കുന്ന ഇവർക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന കോളേജ് ഡീൻ അടക്കമുള്ള അധികൃതർ എല്ലാവരെയുമാണ്. ഈ SFI യൂണിറ്റിന് സ്വാതന്ത്ര്യവും ആരെന്ത് ചെയ്താലും അവർക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ള ഉറപ്പും കൊടുത്ത അതേ കോളേജ് മാനേജ്മെന്റിനെ. എന്തായാലും അവന്റെ മാതാപിതാക്കൾക്ക് ഇത് വലിയ നഷ്ടം തന്നെയാണ്. ഇതിന് പിന്നിലെ എല്ലാ പ്രതികളെയും ഒരാളെ പോലും ഒഴിവാക്കാതെ ആ പെൺകുട്ടി ഇതിൽ കുറ്റവാളിയാണെങ്കിൽ അവളെയും ഉൾപ്പെടുത്തി നിഷ്പക്ഷമായി കേസ് അന്വേഷിച്ച് എല്ലാവരെയും പിടികൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതൊരു അക്രമം നടന്നാലും അത് വെറും ജീവരക്ഷാ പ്രവർത്തനമാണെന്ന് തള്ളിക്കളയുന്ന നമ്മുടെ നിയമവും അധികാരികളും ഈ കേസിനെയും അതുപോലെ തള്ളിക്കളയാതെ അവന്റെ മരണത്തിന് പുറകിൽ എല്ലാ കുറ്റവാളികൾക്കും അർഹിക്കുന്ന ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സത്യം അറിയാവുന്നവർ, ഈ പറഞ്ഞതല്ലാതെ എന്തെങ്കിലും സത്യം അറിയാവുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി പിടിച്ചുകൊണ്ട് അത് പോലീസിനോടോ ഉന്നത അധികാരികളോടോ അറിയിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കാരണം ഒരു കോളേജിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് ആ കോളേജിലെ വിദ്യാർത്ഥികൾക്കാണ് വ്യക്തമായി അറിയാൻ സാധിക്കുക. അങ്ങനെ എന്തെങ്കിലും സത്യം ഇനിയും പുറത്തു വരാനുണ്ടെങ്കിൽ അത് അറിയാവുന്നവർ അവന് നീതി നടത്തിക്കൊടുക്കാനായി ആ സത്യം പുറത്തേക്ക് കൊണ്ടുവരണമെന്നും അറിയിക്കുന്നു. ഈ ഒരു സംഭവത്തിൽ എനിക്ക് ഏറ്റവും ദുഃഖം തോന്നിക്കുന്ന മറ്റൊരു വിഷയം, ഇത്രയേറെ കൊടിയ പീഡനങ്ങൾ ഒരു കുട്ടി അവിടെ സഹിച്ചിട്ടും അതിനെതിരെ യാതൊരു രീതിയിലും പ്രതികരിക്കാത്ത ഒരു യുവതലമുറ അവിടെ തന്നെ കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയായിരുന്നു. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഒരു പട്ടിയെ കൊന്നാൽ ചോദിക്കാൻ 100 മനുഷ്യരുള്ള ഈ നാട്ടിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ചോദിക്കാൻ ഒരു പട്ടി പോലുമില്ല. അതുപോലെയാണ് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ. വളരെ ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിൽ ചർച്ചയാകുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് കൂടിയും അതിനെതിരെ ശബ്ദമുയർത്താൻ ഒരാൾ പോലുമില്ല. ഇതാലോചിക്കുമ്പോൾ ലജ്ജ തോന്നുകയാണ്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോലും മുന്നിട്ടിറങ്ങാത്ത, പകരം അവരെ തന്നെ തെരുവ് പട്ടികളെ പോലെ അടിച്ചു കൊല്ലുന്ന വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളും അണികളും പിന്നെങ്ങനെയാണ് നാടിനെ സേവിക്കുന്ന നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകരായി മാറുന്നത്? കൂടുതൽ പവർഫുൾ ആകും തോറും ഇനി നമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ എന്നൊരവസ്ഥ എത്തുമ്പോൾ ഏതൊരു പ്രസ്ഥാനത്തിലും സംഘടനയിലും സംഭവിക്കുന്ന ഒന്നാണ് ഞങ്ങളിനി എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നൊരു തോന്നൽ. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുടെ വീഴ്ച വളരെ വലുതായിരിക്കും, ചിലപ്പോൾ തിരിച്ചെഴുന്നേൽക്കാൻ കഴിയാത്ത വിധത്തിൽ. വിദ്യാർത്ഥി സംഘടനകളെക്കുറിച്ചും ഇങ്ങനെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും സിദ്ധാർത്ഥന്റെ മരണത്തിനെക്കുറിച്ചും അവൻ അനുഭവിച്ച കൊടിയ പീഡനങ്ങളെക്കുറിച്ചുമുള്ള നിങ്ങളുടെ പ്രതികരണം കമന്റിൽ അറിയിക്കുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ച് അവന് നീതി വേഗത്തിൽ നടത്തിക്കൊടുക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ തന്നെ വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.